എനിക്കറിയായിരുന്നു ഇത് ചോദിക്കുന്നത്, എനിക്കറിയാം. ശരിക്കും എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേസ്, എനിക്ക് രണ്ടും ഭയങ്കര ഫേവറേറ്റ് ആണ്. അത് ഞാൻ അങ്ങനെയാ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഒരുപാട് ഇന്റർവ്യൂ ചെയ്ത സമയം ഉണ്ടായിരുന്നു സഞ്ജു വന്ന സമയത്ത്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ അങ്ങ് പറയും. ഇപ്പോഴാണ് കുറച്ചെനിക്ക് ഇച്ചിരിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പറയണം എന്നൊക്കെ തോന്നി. ഒരു കോഫി കുടിക്കാനാണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഞ്ജു. ഇന്നതേ അമ്മ ഉണ്ട് എന്റെ കൂടെ. ഓ മൈ ഗോഡ്, അങ്ങനെ ചോദിക്കില്ലേ, എനിക്കൊരു മൂവി നിൽക്കുവാണ് ഇങ്ങനെ ചോദിക്കില്ലേ. വിജയ്. അത് തമിഴില് ഇപ്പൊ പറയത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു ഗെയിം സെഗ്മെന്റിലേക്ക് കടന്നാലും കേട്ടുണ്ടാവുമല്ലോ. ചോദിക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ തരുക. ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി? ക്വാളിറ്റി ആണ് ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാണ്? ഇനി എന്തുകൊണ്ടാണെന്ന് പറയണോ? എന്താണെങ്കിലും അതിന്റെ ഒരു ക്വാളിറ്റി, ഇപ്പം പല സാധനങ്ങളും പല ഇതിലും കിട്ടും, ക്വാണ്ടിറ്റിയിൽ കിട്ടും. പക്ഷെ അതിന്റെ ക്വാളിറ്റിയിൽ ഒരു ചെറുത് കിട്ടിയാലും ദാറ്റ് ഈസ് ഗുഡ്. അതാണ് ക്വാളിറ്റി കൊണ്ട് ചൂസ് ചെയ്യാൻ കാരണം. ആക്ടിങ് ഓർ ഡാൻസിങ്? എനിക്കറിയായിരുന്നു ഇത് ചോദിക്കുന്നത്, എനിക്കറിയാം. ശരിക്കും എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേസ്, എനിക്ക് രണ്ടും ഭയങ്കര ഫേവറേറ്റ് ആണ്. പക്ഷെ ഇപ്പൊ എനിക്കിങ്ങനെ കൂടുതൽ കേറി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം ആക്ടിങ് ആണ്. കാരണം നമ്മൾ ആക്ട് ചെയ്താലും ഡാൻസ് കിട്ടുന്നുണ്ട്. എനിക്ക് ആക്ടിങ്. പ്ലാൻഡ് ഓർ സ്പോണ്ടേനിയസ്? സ്പോണ്ടേനിയസ്. അത് ഞാൻ അങ്ങനെയാ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂ ചെയ്ത സമയം ഉണ്ടായിരുന്നു സഞ്ജു വന്ന സമയത്ത്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ അങ്ങ് പറയും. ഇപ്പോഴാണ് കുറച്ചെനിക്ക് ഇച്ചിരിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പറയണം എന്നൊക്കെ തോന്നി. ഞാൻ എന്താണോ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് എന്നോട് ഹിന്ദി വരും ചോദിച്ചാലും സ്പോണ്ടേനിയസ് ആയിരിക്കും. പിന്നെ ആയിരിക്കും ഞാൻ അയ്യോ അത് പറയണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് അബദ്ധം പറ്റുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇന്റർവ്യൂലൊക്കെ കുറച്ച് കെയർഫുൾ ആയിരുന്നു. പിന്നെ നമുക്ക് അറിയാവുന്ന ഇന്റർവ്യൂസ് വന്നപ്പോ അങ്ങ് കൈവിട്ടു പോയി. സോളോ ഓർ കൊളാബറേറ്റീവ്? കൊളാബറേറ്റീവ്. എന്തുകൊണ്ട്? അതിപ്പോൾ എന്താണെങ്കിലും എനിക്കൊരു പാർട്ട്ണറിൻ്റെ കൂടെ എപ്പോഴും ഇഷ്ടം. എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം ഒരു കോഫി കുടിക്കാനാണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഞ്ജു. ഇന്നതേ അമ്മ ഉണ്ട് എൻ്റെ കൂടെ. യൂട്യൂബ് ഓർ ഫേസ്ബുക്ക്? എനിക്ക് രണ്ടും ഇല്ല. ഇല്ല, എനിക്ക് യൂട്യൂബും ഇല്ല ഫേസ്ബുക്കും ഇല്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഇതിലില്ല, കാരണം ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഇല്ലാത്ത ആരും ഇല്ലല്ലോ. അതെ, എനിക്ക് യൂട്യൂബില്ല ഇതുമില്ല. കോഫി ഓർ ടീ? കോഫി. വൈ? കോഫി കുടിച്ച് ഉറക്കം പോകും. നീയുടെ സഞ്ജു വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. ഭയങ്കര കോഫി കുടിയാണ്, ഭയങ്കര കോഫി കുടി. ഇപ്പൊ തന്നാലും ഞാൻ കുടിക്കും. ചോറുണ്ട് കഴിഞ്ഞാലും കോഫി വന്നാൽ ഞാൻ കുടിക്കും. മ്യൂസിക് ഓർ സൈലൻസ്? മ്യൂസിക്. ഇഷ്ടമല്ല. മോഹൻലാൽ ഓർ മമ്മൂട്ടി? ഓ മൈ ഗോഡ്, അങ്ങനെ ചോദിക്കില്ലേ, എനിക്കൊരു മൂവി നിൽക്കുവാണ് ഇങ്ങനെ ചോദിക്കില്ലേ. നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരാളെ പറയുന്നതിൽ തെറ്റില്ലല്ലോ. ഇല്ല, എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. കൂടുതലും ഇല്ല, കുറവില്ല. ഇപ്പൊ ചിന്തിച്ച് സംസാരിക്കുന്നുണ്ട്. സ്പോണ്ടേനിയസ് അല്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. വിജയ് ഓർ രജനികാന്ത്? വിജയ്. അതെന്താ? അത് തമിഴില് ഇപ്പൊ പറയത്തില്ല. മനസ്സിലായി. വിരാട് കോഹ്ലി ഓർ സച്ചിൻ ടെണ്ടുൽക്കർ? വിരാട് കോഹ്ലി ഫാനാണ്. മെസ്സി ഓർ റൊണാൾഡോ? മെസ്സിയാണ്. എന്തുകൊണ്ട്? പപ്പ എപ്പോഴും മെസ്സിയുടെ അതും കൊണ്ടല്ലേ. റിച്ച് ആൻഡ് ഫേമസ് ഓർ റിച്ച് ആൻഡ് അൺനോൺ? റിച്ച് ആൻഡ് ഫേമസ് ആൻഡ് റിച്ച് ആൻഡ് അൺനോൺ? റിച്ച് ആൻഡ് ഫേമസ് ഓർ റിച്ച് ആൻഡ് അൺനോൺ? ഓൾറെഡി ഫേമസ് ആണല്ലോ. ഇനിയിപ്പോ അല്ല, അത് ഞാനിപ്പോ ഏതർത്ഥത്തിലാണ് ഇനി ഇതിന് ഉത്തരം വരുമ്പോ ആൾക്കാർ അതാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റേത് ഒറ്റടി ഉത്തരം പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു ഉത്തരം അറിയില്ല ബ്രോ. റിച്ച് വേണ്ട, എന്നാലും ഒരു
ഓക്കെ ആയിട്ട് നടന്നാൽ മതി. കാശിനോട് താല്പര്യമില്ല. ഇല്ല, എനിക്ക് ഹാപ്പിനെസ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫിലിമിൽ വരുന്നതിന് മുമ്പ് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് മന്ത്ലി ഇൻകം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് ഒറ്റയടിക്ക് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പാഷനിൽ ഇറങ്ങിയത്. എനിക്ക് 1 lakh സാലറിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് സഫർ ചെയ്തതാണ് ഇപ്പം ഇവിടം വരെ എത്തിയത്. അപ്പോൾ എനിക്ക് ക്യാഷ് എനിക്ക് ഇതല്ല, എനിക്ക് ഹാപ്പിനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാർ ഓർ ബൈക്ക്? കാർ. കാർ അതാണ് ഇഷ്ടം. കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാർ എനിക്ക് ഓടിക്കാനും അറിയാം, ബൈക്ക് എനിക്ക് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പാസഞ്ചർ ഓർ ഡ്രൈവർ? എനിക്ക് ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം. ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം. ഇങ്ങോട്ട് ഇപ്പൊ ഡ്രൈവ് ചെയ്താണോ വന്നത്? അതെ, സ്വന്തമായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം. വൈൻ ഓർ ഹോട്ട്? വൈൻ, ബിയർ ഓർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആഗ്രഹങ്ങൾ, അല്ല ഇഷ്ടങ്ങൾ? വൈൻ. വൈൻ. കുക്കിംഗ് ഓർ ബീയിങ് കുക്ക്ഡ് ഫോർ? കുക്കിംഗ് എന്ന് ചോദിച്ചത് അമ്മ ഇങ്ങനെ നോക്കുന്നു, എവിടെ കുക്ക് ചെയ്തിട്ടാന്നൊക്കെ ചോദിക്കണേ. സത്യം പറയണം. കുക്കിംഗ് ഓർ നോട്ട് ബീയിങ്? കുക്ക് ചെയ്യാനാണോ കുക്ക് ചെയ്യാതെ ഭക്ഷണം കഴിക്കാൻ മാത്രമാണോ? എനിക്ക് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ സത്യം ടു ബി ഫ്രാങ്ക് ഞാൻ ഇപ്പൊ കുറച്ച് കുക്കിംഗ് പഠിക്കുന്നുണ്ട്. കാരണം ഞാൻ തന്നെയാണ് നിൽക്കുന്നത് ഫ്ലാറ്റിൽ, അത് കാരണം കുറച്ചൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അമ്മ വന്ന് നിൽക്കുമ്പോൾ അമ്മ എന്നെ പൊന്നു പോലെ നിൽക്കും. അപ്പൊ രണ്ടും ഒരു ഫാമിലി ഓർ ലിവിങ് അലോൺ? ഫാമിലി. ഫാമിലി പേഴ്സൺ ആണ്. ഫാമിലി പേഴ്സൺ ആണ്, ബട്ട് ലിവിങ് അലോണും ആണ്. കാരണം എൻ്റെ വർക്ക് റിലേറ്റഡ് വരുമ്പം ഞങ്ങളുടെ വീട്ടിൽ 2 പട്ടിക്കുട്ടികളുണ്ട്. ഈ 2 പട്ടിക്കുട്ടികളെയും അമ്മ ഇങ്ങനെ 2 മക്കളെ പോലെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് അമ്മ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ പട്ടിക്കുട്ടീനെ കാറിലേക്ക് ആക്കിയിട്ട് AC ഒക്കെ കൂട്ടിയിട്ടിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും എന്താ പറയുക, ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോകാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു അമ്മ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ഫാമിലി. മൂവീസ് മേക്സ് ദാറ്റ് യു ക്രൈ ഓർ ലാഫ്? മൂവീസ് മേക്സ് ദാറ്റ് ഐ ക്രൈ എന്താ ലാഫ് അല്ലേ? കരയിപ്പിക്കുന്ന സിനിമകളാണോ? എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന മൂവീസൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മറ്റേ 3 മൂവീസ് ഒക്കെ പോലെ അതും എനിക്കിഷ്ടമാണ്. ഒരു ലവ് കൈൻഡ് വന്നിട്ട് അതിപ്പോൾ ഹാപ്പി ആണെങ്കിലും സാഡ് ആണെങ്കിലും ഞാൻ ആക്ടിങ് നോക്കുന്നു. പിന്നെ ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഞാൻ ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്തായാലും ഇത്ര നേരം നമ്മുടെ കൂടെ ഇരുന്നതിന് താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന മൂവി ഈ മാസം 30-ാം തീയതി തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ല എൻ്റർടൈനിങ് മൂവിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഒരുപാട് സിനിമകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. ഒരുപാട് ചോദിക്കാനില്ല, ഇപ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ദിസ് ഓർ ദാറ്റ് ഒരു വെറൈറ്റി ആയിരുന്നു, എനിക്കിത് ഇഷ്ടപ്പെട്ടു. സിനിമയിൽ നമ്മൾ അധികം തൊട്ടില്ല, നമുക്ക് എന്തായാലും ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വിശദീകരിച്ച് സംസാരിക്കാം. ശരി, അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു.